हैप्पी ईद मुबारक, हैप्पी ईद मुबारक, ईद मुबारक, ईद मुबारक, ईद मुबारक, ईद मुबारक, हैप्पी ईद मुबारक, हैप्पी ईद मुबारक। അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എസ്ആർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് എന്റെ സ്വന്തം നാട്ടിലെ മഹല്ലത്തിലുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഈ ഒരു ഇൻട്രോ എടുക്കുന്നുള്ളത്. തന്നെ നമ്മൾ പള്ളിയിലേക്കൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കുന്നുള്ളത്. അപ്പോൾ പള്ളിയിലേക്ക് പോകുന്നതും പള്ളിയുടെ ഉള്ളിലേക്ക് കയറുന്നതും നിസ്കാരവും അതുപോലെ പ്രാർത്ഥന ചെയ്യുന്നതുമായിട്ടുള്ള ഒന്ന് രണ്ട് കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രവമായ സ്വാഗതം. നമ്മൾ ഇൻഷാ അല്ലാഹ് ജുമാ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. പള്ളിൻ്റെ ഉള്ളിൽ സാഹചര്യം പോലെ ഒക്കെ നമ്മൾ പിടിക്കും. അപ്പോൾ എൻ്റെ മഹല്ലത്തിലെ പള്ളിൻ്റെ ഉള്ളത്തെ കാഴ്ചകളും ഇന്നത്തെ ഈദ് മുബാറക്കിന്റെ ചെറിയ ഒന്ന് രണ്ട് വിഷ്വൽസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലോട്ട് കയറണം. നമ്മളെ പള്ളിയുടെ പരിസരമാണ് ഈ കാണുന്നത് കേട്ടോ. പരിസരമാണ് ഇവിടെ കമ്മിറ്റിക്കാരും ഒക്കെ ഇരുന്ന് പൈസ പിരിക്കലൊക്കെയാണ്. ഈദ് മുബാറക്കിന്റെ തിരക്കിലാണ് എല്ലാവരും കേട്ടോ. മഹല്ല പ്രസിഡന്റ് അക്ബർസിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും മാതാപുരത്തിന്റെ ജമാഅത്തിന്റെ പരമായിട്ട് കമ്മിറ്റിന്റെ പരമായിട്ട് എല്ലാവർക്കും ഈദ് മുബാറക്ക്. പള്ളിയുടെ പരിസരമാണ് കാണുന്നത്. ഓരോരുത്തർ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിസരം നമ്മൾ കാണാം. പെരുന്നാ പൈസ കിട്ടുന്ന ഒരു സീനും നമ്മൾ കാണാം. നമ്മളെ കമ്മിറ്റി മെമ്പർമാരാണ്. പെരുന്നാ പൈസ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാട്ടു നടപ്പ് പോലെ പെരുന്നാ പൈസ നമ്മൾ കൊടുത്തു. അപ്പൊ അതിന്റെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ചില്ലറ വരുന്നുണ്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാഫാക്കി തരുമാറാവട്ടെ. സമമായി നിന്ന് നല്ല നിലയ്ക്ക് നമ്മൾ നിസ്കരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഐക്യം, നമ്മൾ പറഞ്ഞില്ലേ, സഫുകൾ ചിഹ്ന ഭിന്നമായാൽ അവരുടെ ഹൃദയം ചിഹ്ന ഭിന്നമാകും. അതുകൊണ്ട് നമ്മുടെ ഐക്യം തകർന്നു പോകും. ഐക്യത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് നിബിധങ്ങൾ നമ്മുടെ ഈ സഫിനെ നമ്മൾ പഠിപ്പിച്ചു തന്നത്. നമുക്കറിയാം സഹോദരന്മാർ. അതുകൊണ്ട് നിബിധങ്ങൾ ആജ്ഞ എല്ലാവരും സ്വീകരിച്ച് സഫായി നിൽക്കുക. പുറത്തു നിൽക്കുന്നവർ കഴിയുന്നവരും എല്ലാവരും പെട്ടെന്ന് ഉള്ളിലേക്ക് വരിക. തക്ബീർ മറന്നുപോയാൽ അവന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. ഒന്നും കുറഞ്ഞു പോയാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. കാരണം ഇത് ഹയ്യാത്ത് സുന്നത്താണ്, അബ്വാദ് സുന്നത്തുമല്ല. അബ്വാദ് സുന്നത്തിൽ നിന്ന് വിട്ടുപോയാൽ എന്താക്കണം? സുജൂദ് ചെയ്യണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമ്മൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങും കേട്ടോ. പ്രിയമുള്ളവരാണ് മഹലിന്റെ സെക്രട്ടറി എല്ലാമെല്ലാമായ മജീദ് ഈദ് മുബാറക്. എസ്ആർ മീഡിയ മാരി പാങ്ങൽ പറയുന്നുണ്ട്. മാതാപുര മയ്യദിൻ ജുമാ മസ്ജിദിന്റെ സെക്രട്ടറിയാണ് മജീദ് ബാക്ക് വരുന്നത്. എസ്ആർ മീഡിയ പള്ളിന്റെ എല്ലാ കാര്യത്തിലും എല്ലാ ഇതിനും മീഡിയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. മാതാപുര മഹലിന്റെ സെക്രട്ടറി ആയിക്കൊണ്ട് ആശംസ അറിയിക്കുന്നു. നമ്മുടെ നാട്ടിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സത്താഫി, നമ്മുടെ ധന്യരായ എസ്ആർ മീഡിയ ഒരുപാടായിരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മീഡിയയിൽ കാണുന്നവർക്കും ഇതുമായി സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുദ്ധമായ ഈദുൽ അദ്ഹ പെരുന്നാളിന്റെ ആശംസകൾ നേരുന്നു.
ബഹുമാനപ്പെട്ട മാജി എല്ലാ നമ്മുടെ നാട്ടിലെ കൂടുതൽ നമ്മളെ ഏരിയ മുറിച്ചാണ്. അതുപോലെ നമ്മുടെ മഹല്ലത്തിൽ ഒരുപാട് കാലം സെക്രട്ടറി സേവനം ചെയ്ത ആളും കൂടിയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന ആളും കൂടിയാണ്. അപ്പോൾ കുറിച്ച് നമ്മളെ ചാനലിൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഈദുൽ ആശംസകൾ. അതും പറയണ്ടേ നമ്മളെ സെക്രട്ടറിയാണ് ഫഹദാണ്. നമ്മുടെ ഏരിയ മുറിച്ചാൻ്റെ മകനാണ്. ഒരു ആശംസ അറിയിക്കുന്നത്. എല്ലാവർക്കും ഈദ് മുബാറക്, വലിയ പെരുന്നാളിന്റെ ആശംസ. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. ആശംസ അറിയിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ നാട്ടിലെ എല്ലാത്തിനും പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരാളും കൂടിയാണ്. ಎಲ್ಲರಿಗೂ ಈ ಬಕ್ರೀದ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳು, ಸುಖ ಶಾಂತಿ വലിയ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും മാതാപുര കമ്മിറ്റിയുടെയും ജനാധിപത്യത്തിൻ്റെയും Allahu Akbar walillahil hamd. Allahu Akbar. La ilaha illallah. Allahu Akbar. Allahu Akbar walillahil hamd. നമ്മൾ കണ്ട കാഴ്ച നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് എല്ലാ പെരുന്നാളിലും പെരുന്നാൾസ്കാരം ഖുതുബൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിൽ മരണപ്പെട്ട ഒരുപാട് ആളുകളെ മറവ് ചെയ്ത ഒരു മൈതാനിയുണ്ട്. എല്ലാവർക്കും അവിടെ പോയി കിടക്കണമല്ലോ. അള്ളാഹു നമ്മുടെ ഖബറൊക്കെ സന്തോഷത്തിലും പ്രാഹത്തിലാക്കി തരുന്നത്. അപ്പോൾ ഒരു മൈതാനിയുടെ കാഴ്ചകളും ഇവിടെ വന്നിട്ട് എല്ലാ വർഷവും നമ്മുടെ മഹല്ലത്തുകാർ മൊത്തമായി വന്ന് സിയാറത്ത് ചെയ്ത് പോകുന്ന ഒരു ചെറിയ കാഴ്ചയാണ്. ഇത് നാട്ടു നടപ്പും കൂടിയാണ് കേട്ടോ. എല്ലാ മഹല്ലത്തിലും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഏതായാലും എല്ലാ വർഷവും ഇതേപോലെ മൈതാനിൽ വന്ന് എല്ലാവരും കൂട്ടുപ്രാർത്ഥന ചെയ്ത് റാഹത്തായിട്ട് പിരിയുന്നുണ്ട്. അപ്പോൾ മരണപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാവർക്കും അറിയാലോ. പെരുന്നാളിൻ്റെയും അതുപോലെ നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോൾ അവർ വരും. അപ്പോൾ അവർക്കുള്ള ഹദിയ എല്ലാവരും ഇവിടെ വന്ന് യാസീനും ഫാത്തിയൊക്കെ ഓതി ഹദിയ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മൈതാനി ഇൻഷാ അല്ലാഹ് ഈ ഒരു കാഴ്ചയിലൂടെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എൻ്റെ വാപ്പ മരണപ്പെട്ടിട്ട് 10-13 വർഷമായി. അള്ളാഹു ഉപ്പയുടെ ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ആ ഉപ്പയുടെ ഖബറും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ആളുകൾ നാട്ടിലുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വൈസ് പ്രസിഡന്റ് സിദ്ദീഖാണ്, നമ്മുടെ സുഹൃത്തും കൂടിയാണ് കേട്ടോ. അതുപോലെ നമ്മൾ യാക്കൂബിച്ച മാജി സെക്രട്ടറി ഉപയോഗിക്കുകയാണത്. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ ഒരു മരിച്ച ആളുകൾക്ക് വേണ്ടി സന്ദർശിച്ച് സിയാറത്ത് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ അജീസ് മേസ്തിരിക്ക് നമ്മുടെ നാട്ടിലൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മൈതാനിയിലെ 1-2 കാഴ്ചകൾ കണ്ട് സിയാറത്തും കൂടി കഴിഞ്ഞ് പോവാം. അല്ലാഹു അക്ബർ കബീർ. ഹായ് ഗയ്സ്, വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. وصلى الله على سيدنا محمد وعلى آله. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ഖബറാണ്. നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ടില്ല. ഈ കാണുന്നതാണ് വാപ്പയുടെ ഖബർ. നമ്മുടെ നാട്ടിലെ മൈതാനിയാണ്. പിന്നെ എൻ്റെ ചെറിയൊരു കുട്ടി മരണപ്പെട്ടിരുന്ന ആ കുട്ടിയുടെ ഖബറുള്ളത് ഈ ഒരു മരത്തിൻ്റെ അടിയിലാണ്. അവിടെയാണ് എൻ്റെ ചെറിയ കുട്ടിയുടെ ഖബറുള്ളത്. جميع الذين محضرون انهم لا طلب نفس شيئا ولا تجزون الا ما كنتم تعملون. നമ്മുടെ നാട്ടില് പെരുന്നാളാകുമ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ട് കേട്ടോ. എല്ലാവരും അവരവരുടെ കുടുംബക്കാരുടെ പുറത്തിൽ വന്ന് ഒരു ഫാത്തിയോതി ചനന്തിരി കത്തിച്ച് വെച്ച് പോകുന്നൊരു സംഭവമുണ്ട്. എല്ലാ മഹല്ലത്തിലും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇത് എല്ലാ വർഷവും ആദ്യത്തായി നടക്കുന്നുണ്ട് കേട്ടോ.
ബന്ധപ്പെട്ട ആളുകളുടെ ഹദ്റത്തിലേക്ക് പോകും എല്ലാവരും. എന്നിട്ട് അവിടെ മേലെ പോയി കൂട്ടുപ്രാർത്ഥന ചെയ്യും ഇൻഷാ അല്ലാഹ്. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هدية منا إلى حضرة روح نبينا وحبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. لا إله إلا الله. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് നമ്മൾ അപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ബന്ധുക്കളുണ്ട്, അവർക്കൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂട്ടമായിട്ട് ഇവിടെ ഒരു പ്രാർത്ഥന മജ്‌ലിസ് നടക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇത് മറക്കാം ഇൻഷാ അല്ലാഹ്, നമുക്ക് അതും കൂടി നോക്കാട്ടോ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. اللهم أوصل وبلغ مثل ثواب ما قرأنا وما صلينا وما سلمنا وما أهللنا وما طلعنا. هذه هدية واصلة ورحمة نازلة وبركة شاملة قبولة ومرضية أولا منا إلى حضرة حبيبنا وسيدنا مصطفى محمد صلى الله عليه وسلم. اللهم آتي الوسيلة والفضيلة والدرجة الرفيعة العالية. آمين. مقاما محمودا الذي وعدته. آمين. والصالحين. آمين. وصلوا إلى حضرات الشيخ المشارق والمغارب كتب الأقطار പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ സ്വന്തം നാട്ടിലെ മഹല്ലത്തിലുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള. പെരുന്നാൾ സ്പെഷ്യലായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഖത്തീബ്, പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ മാജി പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കിട്ടുക എന്നുള്ള വലിയ പ്രയാസമാണ്. എങ്കിലും പരമാവധി കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളിലേക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗൾഫുകാരുണ്ട്, അവരൊക്കെ ചോദിക്കാണ്ട് പെരുന്നാൾ ബ്ലോഗൊന്നും എടുക്കലില്ലേ, നമുക്ക് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ മരണപ്പെട്ട ആളുകളെയും ഒക്കെ അവരെ ഖബറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോസാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഉസ്താദും നമ്മുടെ മാജി കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും വേണ്ടി ആശംസ അറിയിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാതാപുരം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ്, അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ നാട്ടുപ്രമുഖന്മാർ എല്ലാവരും ഇവിടെ വളരെയധികം പുണ്യമായ ദിവസത്തിൽ ശുദ്ധമായ ഖബർസ്ഥാനിൽ ഒരുമിച്ചുകൂടി എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നാട്ടിലും വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും മാറാവട്ടെ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന എല്ലാ ഖബറാളികൾക്കും അല്ലാഹു പുറത്തു കൊടുത്ത് അവരെയും നമ്മയും നമ്മളിന്ന് മരണപ്പെട്ട എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ഈദ് മുബാറക്. നമ്മുടെ അസ്നാർക്കാണ്, നമ്മുടെ ഒരുപാട് അജ്മീർ യാത്രയിലൊക്കെ ഉണ്ടായതാണ്. അജ്മീർ നമ്മുടെ സീനിയർ ഖാന്റെ ഉമ്മാന്റെ പേരിൽ, ആമീൻ ഉമ്മാന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു ഗേറ്റാണ് നമ്മുടെ മഹല്ലത്തിന് വേണ്ടി. അതേ ഇതാണ് മൈതാനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ കൊടുക്കുന്നത്. മാജി കമ്മിറ്റി ഭാരവാഹിയാണ് നമ്മുടെ മുസ്താഖ. നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തിക്കും മുമ്പിൽ നിൽക്കുന്ന ആളാണ്. ഒരു ആശംസ അറിയിക്കും എല്ലാവർക്കും. നമ്മൾ ബഹുമാനപ്പെട്ട ഇസാഖ് ചേട്ടോ, നമ്മുടെ മാതാപുരം മഹല്ലയിലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മഹൽ വ്യക്തിയാണ്. നമ്മുടെ മാജി പ്രസിഡന്റ് കൂടിയാണ്. നമ്മുടെ ടൗണിന്റെ, മാതാപുരം ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഫضل സ്റ്റോർ എന്ന് പറയുന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ മഹല്ലത്തിലെ പല ഭാഗങ്ങളിലും മദ്രസയുടെയും പള്ളിയുടെയും ഉസ്താദുമാരുടെ മറ്റുള്ള റേഞ്ച് മീറ്റിംഗിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ട് സമീപിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇസാഖ് ഒരുപാട് സഹായസദാനങ്ങൾ നമ്മുടെ പല നിലക്കും നീട്ടിയിട്ടുണ്ട്. അല്ലാഹു അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മഹലിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിനൊക്കെ മുൻകൈ എടുത്ത് ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും ഫുഡ് കൊടുക്കാനും വിളിക്കാനൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളാണ്. അല്ലാഹുവിന്റെ ബിസിനസ്സിലും ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഒരു ചെറിയൊരു ആശംസ നമ്മുടെ ചാനലിക്ക് വേണ്ടിയിട്ട്. ഞങ്ങളെ SR മീഡിയ ഇതുപോലെ തന്നെ നല്ലോണം മുൻകോരി ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ട് പോയിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ആശംസകൾ. അതുപോലെ തന്നെ എൻ്റെ സ്ഥാപനമായ ഫضل സ്റ്റോർ, സൂപ്പർ മാർക്കറ്റും പിന്നെ അതിൻ്റെ ആശംസകൾ നമ്മുടെ ചാനൽക്കാർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ എല്ലാമായ ആക്കുവിച്ചാണ്. ദുബൈയിലെ KCF കമ്മിറ്റിയിലെ സജീവ പ്രവർത്തകനും നല്ല എല്ലാ നിലക്കുമുള്ള ഒരു പ്രവർത്തകനും കൂടിയാണ്. അല്ലാഹു തആല ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അധികങ്ങളും ദാനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ ആക്കുവിച്ച് ഒരുപാട് കാലമായിട്ട് വിദേശത്താണ്, എന്നാലും നാട്ടിലേക്ക് പലപ്പോഴുമായി വന്നിട്ട് എല്ലാ സംരംഭങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളാണ്. ഒരു ആശംസകൾ നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് അറിയിക്കണം. സിദ്ദീഖ് ഫാദിൽ ഉസ്താദിന്റെ ചാനലിലെ SR മീഡിയയിലെ കാണുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. മഹല്ലത്തില് ഒരു ഖബർ സിയാറത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ വർക്കിംഗ് സെക്രട്ടറിയാണ്, ഇത് നമ്മുടെ വൈസ് പ്രസിഡന്റാണ്, നമ്മളെ
സെക്രട്ടറിയുടെ അനിയനാണ് ആരിഫ് റസാഖ്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു മീഡിയക്ക് വേണ്ടിയിട്ട് എന്താക്കാം ഒരു ആശംസ അറിയിക്കാം. ഇവർ രണ്ടുപേരും നമ്മുടെ മാലത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇവരും പ്രവർത്തിക്കുന്നുണ്ടില്ല എന്നല്ല, ഇവർ കമ്മിറ്റിയും കൂടി ആയതുകൊണ്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതാണ്. ನಿಮಗೂ ಹಾಗೂ ಕುಟುಂಬದವರಿಗೂ ಬಕ್ರೀದ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. ಈದ್ ಮುಬಾರಕ್ ಎಲ್ರಿಗೂ. ಈದ್ ಮುಬಾರಕ್. നമ്മളെ മാജി സെക്രട്ടറി ആണ്. ನಾಡಿನ ಸಮಸ್ತ ಜನತೆಗೆ ಬಕ್ರೀದ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳನ್ನು ತಿಳಿಸ್ಲಿಕ್ಕೆ ಈ ಮೂಲಕ ತಿಳಿಸ್ಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ ഓരോ ഘട്ടഘട്ടമായിട്ടുള്ള കുറച്ച് വീഡിയോസോടെ നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ കമ്മിറ്റിയിലെ മാജി പ്രവർത്തകനാണ്, നമ്മുടെ സ്ഥിതി അനുസരിച്ച് അതുപോലെ ഷമീർക്ക. അപ്പോൾ ഒരു ആശംസ അറിയിക്കും. നമ്മുടെ മാതാപ്പുറ നാട്ടിൻ്റെ അതുപോലെ നമ്മുടെ നാട്ടിൻ്റെ ഒരുപാട് ആൾക്കാർ ഗൾഫിലും കൂടിയുണ്ട്. എല്ലാവർക്കും നമ്മൾ ഈ ബലിപ്പെരുന്നാളിൻ്റെ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും ഈദ് മുബാറക്. ഹാപ്പി ഈദ് മുബാറക്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഈദുൽ അദ്ഹയുടെ 100,000 ആശംസകൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു പള്ളിക്ക് വന്നതും അതുപോലെ പള്ളിയിൽ നിന്ന് മൈതാനി പോയതും അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതുമായിട്ടുള്ള 1-2 കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ കോട്ടൊക്കെ ഇടുക എന്നുള്ള സുന്നത്താണല്ലോ. അപ്പോൾ ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോട്ട കിട്ടിയിട്ടുണ്ടായത്. ഇപ്പം ചൂടൊക്കെ എടുത്ത് ആകെ വേർത്ത് പോയല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മൾ ഈ ഒരു പെരുന്നാൾ നിസ്കാരത്തോടു കൂടി നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കുക, ഭാര്യ വീട്ടിലേക്ക് പോവുക, പിന്നെ കറങ്ങാനുള്ള ആളുകൾ കറങ്ങാനും പോവുക. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇനി ബാക്കിയുള്ള വീഡിയോകളായിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്ര നേരം കണ്ടത് പള്ളിയിലേക്ക് വന്നതും പോയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, കണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെയാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടത്. ഇനി ഇതിനേക്കാളും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെയും അതുപോലെ പെരുന്നാളിൻ്റെ മറ്റുള്ള വ്ളോഗുകളുമായിട്ട് വീണ്ടും നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയൊക്കെ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഹാപ്പി ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളെ പള്ളിയുടെ ദൂര കാഴ്ചയാണ് ഈ കാണുന്നുള്ളത് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് നമ്മളെ പള്ളിയുടെ ദൂര കാഴ്ച. നമ്മളെ പള്ളിയുടെ പരിസരമാണ് ഈ കാണുന്നുള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മളെ ക്യാമറ സിനാൻ ഇവിടെ തിരി നമ്മളെ ജ്യേഷ്ഠമാനുണ്ട്, അവനാണ് നമ്മളെ ക്യാമറമാൻ. ഹാപ്പി ഈദ് മുബാറക്. ആ ഓക്കെ.